നമ്മുടെ ഒമർ ലുലു ചേട്ടൻ ഭയങ്കര ഭീകരമായിട്ടുള്ള പ്രസ്താവനകളൊക്കെ അറിയിട്ടുണ്ട്. വീഡിയോ വന്ന് അങ്ങനെയൊക്കെ പറഞ്ഞു, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേയേറെ യൂട്യൂബേഴ്സിനെ വിമർശിക്കുന്നു. ഉണ്ണി വ്ളോഗ്സ്, അശ്വന്ത് കൊക്ക്, ഷസാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയത്തില്ലായിരിക്കും. ഈ ലോകത്തുള്ള A to Z കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന ഒരേ ഒരു ബ്ലോഗറേ ഉള്ളൂ നമുക്ക് കേരളത്തിന് അഭിമാനിക്കാൻ. അത് ഷസാമാണ്. ഷസാം അയാളെ കുറിച്ച് പറഞ്ഞു. ഒമർ ലുലു പറഞ്ഞ ചില കാര്യങ്ങളൊക്കെ ശരിയാണ്. ഷസാമിനോട് അയാൾ പറഞ്ഞു, ഞാൻ സിനിമ എന്ന രീതിയിലുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, സിനിമയാണെന്നാണ് അയാൾ പറയുന്നതിന്. അങ്ങനെയാണെങ്കിൽ ഷസാം സാംസങ്ങിനെ വിമർശിക്കും, ഐഫോണിനെ വിമർശിക്കും, LG വിമർശിക്കും, പുച്ഛമാണ് എല്ലാത്തിനോടും. അപ്പൊ ഷസാം ഒരു സാധനം ഉണ്ടാക്കി കാണിക്കുക, ഷസാമിൻ്റെ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കാണിക്കാൻ പറയുന്നു, വെല്ലുവിളിക്കുന്നു. ബി ഫ്രാങ്ക് മിസ്റ്റർ ഒമർ ലുലു, ഷസാമിനെ കൊണ്ട് സിം ഇജക്റ്റ് ടൂൾ പോലും ഉണ്ടാക്കാൻ പറ്റില്ല. പുള്ളിക്കത് അറിയത്തില്ല. പുള്ളിക്കറിയാവുന്ന കാര്യം ബയോണിക് ചിപ്പ്, സ്നാപ്ഡ്രാഗൺ പ്രോസസ്സർ, പിന്നെ ഡിസ്പ്ലേ സ്പെസിഫിക്കേഷൻസ്, റാം, ക്യാമറ സെൻസർ ഏതാണ്, ഇതൊക്കെ അറിയത്തുള്ളൂ. പുള്ളി സാധനം ഇതൊക്കെ കണ്ടിട്ട് പോലും ഇല്ല. പുള്ളിക്ക് അറിയത്തില്ല. അത് വെറുതെ അയാളെ ചുമ്മാ വെറുതെ കളിയാക്കാതെ. അയാൾക്ക് അറിയത്തില്ല. അയാൾക്ക് അറിയാൻ മേല, അയാളത് കണ്ടിട്ടുമില്ല. അയാൾക്ക് അറിയത്തില്ല. അയാളെ കൊണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. പുള്ളി ചിലപ്പോൾ ഇങ്ങനെ കാണിക്കും, ഞാൻ ധരിക്കുന്നത് ടോമി ഹിൽഫിഗറാണ് എന്നൊക്കെ രീതിയിൽ. പുള്ളിയുടെ സാധനം അതാണ്. പുള്ളിക്ക് ചെയ്യാൻ അറിയാവുന്ന, പുള്ളി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇതാണ്. ഈ വീഡിയോ ആണ് പുള്ളിയുടെ പ്രൊഡക്റ്റ്. ഇതാണ് പുള്ളിയുടെ പ്രൊഡക്ടിവിറ്റി. പുള്ളിയുടെ സാധനം ഇതാ. പുള്ളി വിമർശിക്കും ചുമ്മാ ഇരുന്നുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ ഞാൻ ആവശ്യമില്ല എന്തിനാ ഈ വേസ്റ്റ് കുഴി കൈയിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ഡിലീറ്റ് ചെയ്തു. എന്നാലും ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ, പക്ഷെ ഷസാമിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഭയങ്കര സംസാരം കേട്ട് കഴിഞ്ഞാൽ ആപ്പിൾ കേട്ടോ, അയ്യോ എൻ്റെ മുന്നേ ഷസാമി അങ്ങനെയൊന്നും പറയരുതേ, ഞങ്ങൾ ഈ ഫോണിലെ സ്പെസിഫിക്കേഷൻ ഇപ്പം ഞങ്ങൾ മാറ്റാം എന്ന് പറഞ്ഞാൽ ആപ്പിൾ മൊത്തത്തിലൊരു മാറ്റം വരുത്തും എന്നൊക്കെയാണ് ഷസാമിൻ്റെ വിചാരം. പക്ഷെ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. നോബഡി ആരും കയറിയുന്നില്ല. ഒരുപാട് ഫോൺ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ചിലർ പ്രൊഫഷണൽസ് ആണ്. ഇപ്പോൾ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ഫോണിൻ്റെ ക്യാമറകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്ന തരത്തിലുള്ള യൂട്യൂബേഴ്സൊക്കെ ഉണ്ട്. സോണിയൊക്കെ റിവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ അറിയാം. ഈ സാധനം എടുത്ത് നല്ലൊരു ഫോട്ടോ എങ്കിലും എടുക്കാൻ അവർക്ക് നന്നായിട്ട് അറിയാം. അവരിതിനെ ഉപയോഗിച്ച് കാണിക്കും. ഇതാണ് സോണിയുടെ ഔട്ട്പുട്ട്, ഇതാണ് സാംസങ്ങിൻ്റെ ഔട്ട്പുട്ട്, ഇതാണ് ആപ്പിളിൻ്റെ ഔട്ട്പുട്ട് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. അങ്ങനത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ളൊരു മൊബൈൽ റിവ്യൂ ചെയ്യുന്ന ഒരാളെന്ന് പറയുന്നത് ജെറിയാണ്. മൊട്ടത്തലയൻ ജെറി റിഗ് എവറിത്തിങ്. അയാൾക്ക് ആ ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ അറിയാം, ഫോണിനെ അഴിക്കാൻ അറിയാം, തിരിച്ചതവരെ യോജിപ്പിക്കാൻ അറിയാം, നന്നാക്കാൻ അറിയാം, എല്ലാം പുള്ളിക്കറിയാം. പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പുള്ളിക്കറിയാം. പുള്ളി ഇവനൊരു ഡീസൽ ഹംവി, അതായത് ഹമ്മർ, ഇലക്ട്രിക് ഹമ്മറൊക്കെ മാറ്റി വരച്ച് പുള്ളിയെ കൊണ്ടൊക്കെ നടക്കും. ഇതൊന്നും നടക്കരുത്, ഇതറിയത്തില്ല. നമ്മുടെ ഇവിടുത്തെ എക്സ്പേർട്ടുകൾ അങ്ങനെയാണ്. നമുക്ക് കാര്യങ്ങൾ എന്തൊക്കെയോ ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയാം, പക്ഷെ നമുക്കത് ഉണ്ടാക്കാനോ നന്നാക്കാനോ അറിയത്തില്ല. ഒമർ ലുലുവിൻ്റെ കാര്യം വ്യത്യസ്തമൊന്നുമല്ല. ഒമർ ലുലു സംവിധായകനാന്നൊക്കെ പറയുന്നു. പക്ഷേ ഈവൻ ഭരതനെ പോലെയോ ജോൺ എബ്രഹാമിനെ പോലെയോ ഈവൻ നമ്മുടെ KG ജോർജിനെ പോലെയോ ഒന്നും വേണ്ട. ഏറ്റവും അവസാനം സനൽകുമാർ ശശിധരനെ പോലെയോ ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലെയുള്ള ഒരു സംവിധായകനല്ല പുള്ളി നമ്മുടെ മറ്റേ റീൽ ടൈപ്പ് സംവിധാനമാണ്. റീല് ഉണ്ടാക്കി പെമ്പിള്ളാർക്ക് ഡാൻസ് കളിക്കത്തില്ലേ എന്നൊക്കെ ചിലർ കോമഡി അത് കാണാൻ അവർ കാണുമ്പോൾ ഭയങ്കര രസമായിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ടായി. എനിക്ക് തോന്നുന്നത് ഭയങ്കര കോമഡിയാണ്. മറ്റേ ഓണത്തിനിടയ്ക്ക് മറ്റേ സാരി ഒക്കെ കൊടുത്തൊരു പ്രകടനം നടത്തി കുറേ പേര്. ബ്ലൗസ് ഇടാതെ സാരി കൊടുത്ത്, ബ്ലൗസ് ഇട്ട് സാരി കൊടുത്തിട്ട് അവർ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ നോക്കും. അതാണ് ആ ഒരു സാധനം ഉണ്ടല്ലോ, ആ ഒരു കണ്ടുപിടുത്തം. അതാണ് നമ്മുടെ കണ്ടുപിടുത്തം. ഒമർ ലുലു, നിങ്ങൾക്ക് ഈ സിനിമ ഫീൽഡിൽ എന്തോ ചെയ്യാൻ ഭാഗ്യമുള്ളതുകൊണ്ട് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രൊഡ്യൂസേഴ്സിനെ കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമായതുകൊണ്ടൊന്നും അല്ല. നിങ്ങളുടെ സിനിമകൾ സത്യം പറഞ്ഞാൽ കൊള്ളത്തില്ല, ഒരു വകയ്ക്കും കൊള്ളത്തില്ല. അഡാർ ലവ് ഒന്നിനും കൊള്ളുകയില്ലാത്ത വന്നപ്പടമായിരുന്നു. പിന്നെയുള്ള പടത്തെക്കുറിച്ച് ഞാൻ ശ്രദ്ധിച്ചിട്ട് പോലും ലീഡം കണ്ട പടമൊക്കെ എന്നാണ് പറയുന്നത്. അതും കൊള്ളുകയില്ലായിരിക്കും. കാരണം നിങ്ങളുടെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിന് അപ്പുറത്തേക്ക് നിങ്ങൾ സഞ്ചരിക്കത്തേ ഇല്ല, ഒരിക്കലും ഇല്ല, നെവർ. അപ്പം നിങ്ങളിരുന്ന് വെറുതെ ഇവരെ കുറ്റം പറയാതെ നിങ്ങൾ എന്തായാലും ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി റിലീസ് ചെയ്യുവാണല്ലോ, ആ സാധനം ആൾക്കാർക്ക് കാണാൻ കൊള്ളാവുന്ന ഒരു സാധനം ആക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്തെങ്കിലും ഒരു വാല്യൂ ഉള്ള പോലെ, ഒരു വാല്യൂ ഉള്ള ഒരു പ്രൊഡക്റ്റ്. അല്ലാതെ ഈ ഷസാം പറയുന്നത് ആപ്പിള് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്, ആപ്പിൾ അതിൻ്റെ ബ്രാൻഡ് വാല്യൂ വെച്ച് ആൾക്കാരെ പറ്റിക്കുന്ന ഒരു പരിപാടിയുണ്ടല്ലോ. iPhone 15 തന്നെ iPhone 16
എന്ന് പറഞ്ഞവരെ അങ്ങനെ സാധനം ഉണ്ടല്ലോ, അതിനെ ഉണ്ടാക്കാതെ. അപ്പം നിങ്ങൾ അതിനകത്തൊരു ഫെയിലിയർ ആണെന്നുള്ള ഒരു സത്യമാണ്, പകൽ പോലെയുള്ള ഒരു സത്യം മാത്രമാണത്. അതിനകത്ത് നിങ്ങൾക്ക് ആരെയും കുറ്റം പറയാൻ അവകാശമില്ല. ഇത് വേറെ ആൾക്കാർ പറയട്ടെ, അപ്പം അംഗീകരിക്കാതെ. പിന്നെ അശ്വന്ത് കോക്കൻ്റെ ഒരു കഴിവുണ്ട്, അതൊന്നും അറിയത്തില്ലേ? പുള്ളിക്ക് കോസ്റ്റ്യൂം സപ്ലൈ ചെയ്യുന്ന കടയുണ്ട്. പുള്ളി ഇങ്ങനെ വന്നിരിക്കും എന്നാ പണി വെച്ചിരിക്കേ. ലിയോ ഒക്കെ പുള്ളിയെ സംബന്ധിച്ചോളം ഭയങ്കര മികച്ച സിനിമയാണ് ലിയോ. അയ്യോ, ഭയങ്കര സംഭവം എന്ന് പറയുന്നത് ലിയോയൊക്കെ. എന്നെ സംബന്ധിച്ചോളം അതൊരു ഊളപ്പടമാണ്. പുള്ളി അങ്ങനത്തെ ആളാണ്. പുള്ളിയുടെ പ്രൊഡക്റ്റ് പുള്ളിയുടെ പ്രൊഡക്റ്റ് അതാണ്, പുള്ളിയുടെ പ്രൊഡക്ടിവിറ്റി ഇതാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ്. എൻ്റെ പ്രൊഡക്റ്റ് അങ്ങനത്തെ ഒരു സാധനമാണ്. ഞാനിത് ഇടയ്ക്കൊക്കെ വന്ന് അങ്ങനെ വീഡിയോ ചെയ്യാറുള്ളൂ. അതിൻ്റെ ആവശ്യമേ എനിക്കുള്ളൂ. ഞാൻ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിൽ ഫ്രീ ടൈംസിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഒരലിരുന്ന് ഒലക്കെ കുറ്റം പറയില്ലേ, ഒരലിരുന്ന് അരകല്ലിനെ കുറ്റം പറയുന്നു. അരകല്ലിന്ന് പറയും അങ്ങനത്തെ ഒരു സാധനമുണ്ടല്ലോ, അതേപോലെ ഇത്. ഒമർലുവിന് ഇപ്പോൾ പ്രൊഡ്യൂസേഴ്സിനൊക്കെ കിട്ടും. ഈ നാട്ടിൽ എത്രയോ കച്ചറ കുച്ചറ തെണ്ടി തിരിഞ്ഞ ഒരു പട്ടിക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കണ്ട മൂക്കത്ത് കൈ വെക്കുന്ന തരത്തിലുള്ള TV സീരിയലുകൾ ഉണ്ടാക്കി വിടുന്നു. ഈ സാധനത്തിനെല്ലാം പ്രൊഡ്യൂസറിനെ കിട്ടുന്നുണ്ട്. അതൊന്നും അവർ വലിയ കഴിവൊന്നുമല്ല, അതൊരു കഴിവേ അല്ല. ആ സംവിധായകന്മാരൊന്നും സംവിധായകരുമല്ല, അവർക്ക് ആർട്ടും അറിയത്തില്ല, സിനിമയും അറിയത്തില്ല, അവർക്ക് സീരിയൽ ഉണ്ടാക്കാനും അറിയത്തില്ല, അവർക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് മനസ്സിലാകത്തുമില്ല, അവർക്ക് ബുദ്ധിയില്ല, വിവരവും ഇല്ല, വെളിവും ഇല്ല. അതുള്ളതാണ്. നിങ്ങളും അതുപോലെ തന്നെയാണ്. അത്ര ഉള്ളു നിങ്ങളുടെ കാര്യം. ഷസാമിന് ഉണ്ടാക്കാൻ അറിയത്തില്ല, ഷസാമിന് ഇതൊന്നും അറിയത്തില്ല. ഷസാം ഇരുന്ന് ഇങ്ങനെ കണ്ണാടി ഇറക്കി കാണിച്ചൊരു ഷോ ഓഫ് കാണിക്കും. അതാണ് ഷസാമിൻ്റെ പരിപാടി. പുള്ളിയുടെ പ്രൊഡക്റ്റ് അതാണ്. വേറെ പല പ്രൊഡക്റ്റ് ഉണ്ട് പുള്ളിക്ക്. പുള്ളി ഗെയിമൊക്കെ കളിക്കും. അങ്ങനത്തെ പല സാധനങ്ങളൊക്കെ പുള്ളിക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ വെല്ലുവിളിക്കൊന്നും പുള്ളിയെ കൊണ്ടൊന്നും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല. അതിനിപ്പോൾ വെല്ലുവിളിക്കേണ്ട കാര്യമില്ല, നമുക്കറിയാമല്ലോ പുള്ളിയൊന്നും ഉണ്ടാക്കിയായിരുന്നു. റിവ്യൂ സിനിമയുടെ റിവ്യൂവർ അല്ല പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്, രണ്ടും വ്യത്യസ്തമാണ്. സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്ന അയാൾക്ക് ഒരു 130 രൂപ കൊടുത്താൽ കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. ഫോൺ എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ സ്പോൺസർ ചെയ്യുകയോ അല്ലെങ്കിൽ മേടിച്ച് തരുമോ അല്ലെങ്കിൽ സ്വന്തം കാശ് കൊടുത്ത് മേടിക്കുകയോ ചെയ്തിട്ട് വേണം ചെയ്യാൻ. എന്നിട്ടിരുന്ന് തള്ള്. ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാം മിക്ക ആൾക്കാരുടെയും ഏറ്റവും വലിയ ഫോൺ എക്സ്പേർട്ട് ഷസാമാണ്. അങ്ങനെ അവസ്ഥ പുള്ളിക്കുണ്ട്. പക്ഷെ ബി ഫ്രാങ്ക്, നിങ്ങൾ പറഞ്ഞാൽ തന്നെ പുള്ളിയെ കൊണ്ടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നല്ല സിനിമയും ഉണ്ടാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ എന്തിനാ വെറുതെ ഇരുന്ന് അയാളെ കുറ്റം പറഞ്ഞാൽ അയാൾ എന്തെങ്കിലും കാണിക്കട്ടെ. നിങ്ങളും കാശുണ്ടാക്കുന്നു, അയാളും കാശുണ്ടാക്കുന്നു. അത്ര ഉള്ള കാര്യം എനിക്ക്. ഗിവ് അപ്പ്, ലീവ് ഇറ്റ്, സെയിം ഇടിച്ചുപോയി. അത്രേ ഉള്ളൂ നിങ്ങളുടെ രണ്ടുപേരും കാര്യം.